ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. എന്നോട് കുറച്ചാൾ ഓൾറെഡി ചോദിച്ചിരുന്നു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമെന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ കമൻറ്റ് ചോദിക്കാറില്ലേ, അതുണ്ടാക്കോ ഇതുണ്ടാക്കോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആവുന്നത്. പിന്നെ നമ്മുടെ ഗിവ് സാധനം ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഗിവ് ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാനും നിങ്ങളെ പോലെ തന്നെ സാധനത്തിന് കാത്തൊന്ന് എനിക്കും മതിയായി എന്നും വിചാരിച്ച എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവല്ലേ. പിന്നെ താങ്ക് യു സോ മച്ച് ഗൈസ് 1K സബ്സ്ക്രൈബ് ആക്കിയതിന്. പിന്നെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാനൊരു പഞ്ചിന് പറഞ്ഞതായിരുന്നു 2K ആക്കിയത്. അപ്പോഴത്തേക്കും കുറച്ച് പേര് എന്നാ പിന്നെ നമുക്ക് 2K ആക്കാം. അതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ലഡു പൊട്ടിത്തെറിച്ച്. അതുകൊണ്ട് എന്താണെന്നറിയില്ല, എവിടെയും ഇല്ലാത്തൊരു സന്തോഷം. പിന്നെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കുറച്ച് അൺബോക്സിങ്ങിന്റെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എൻ്റെ വൈറ്റ് ടേബിൾ ഞാൻ തുടച്ച് വൃത്തിയാക്കി പണ്ടേ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിനോന്ന് എനിക്കറിയില്ല, ആദ്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഞാനായിട്ട് തിരിച്ചു വെച്ചത്. നിങ്ങൾക്ക് എൻ്റെതേ സൂക്കടുണ്ടോയെന്നറിയില്ല, എന്നാൽ എനിക്കുണ്ട്. അതായത് എൻ്റെ ഈ മേശ എനിക്ക് ആഴ്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാക്കി വെക്കണം. അതെന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ കാണുമ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖമില്ല. എന്നിട്ട് ടേബിളൊക്കെ ചെരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പെഗ് ബോർഡ്, ഇതാണല്ലോ നമ്മുടെ മെയിൻ സാധനം. അങ്ങനെ പെഗ് ബോർഡും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഗനൈസറും വൃത്തിയാക്കി. അങ്ങനെ നമ്മുടെ ബുക്ക് ഓർഗനൈസർ, അതും കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാസ്ക്കറ്റ്, പിന്നെ നമ്മുടെ കുറച്ച് ചെടികളും. അപ്പൊ ഇനിയാണ് നമ്മുടെ അൺബോക്സിങ്. പിന്നെ മീഷോന്ന് 3 സാധനം വരാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് എത്തിയിരുന്നു. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു 3 പെട്ടി മാത്രമേ മീഷോത്തതില്ലൂ, ബാക്കിയെല്ലാം ഗൾഫിൽ നിന്നാണ്. ഞാൻ എൻ്റെ നെയിൽസിന്റെ വീഡിയോയിലാ മറ്റും പറഞ്ഞിരുന്നു. അതായത് ഗൾഫിലത്തെ സാധനം ഞാൻ മെയിൻ ആയിട്ടുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അത്ര ക്യൂട്ടില്ലതൊന്നും വാങ്ങില്ല. എന്നാലും 2-3 ഉണ്ട് ക്യൂട്ടായിട്ട്. സോ ഈ സൈഡിൽ കാണുന്ന 2 പെട്ടിയും ആ പാക്കറ്റുമാണ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയതിലുള്ളതാണ് ഈ ഹോട്ട്ലൂവിൻ്റെ സ്റ്റിക്ക്. ഇത് കുറേ ബൾക്കായിട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ടിഷ്യൂ ടേപ്പ്. ഇതില്ലായിട്ട് കുറച്ച് ദിവസമായി ഒരു മനസ്സിന് സമാധാനം ഇല്ലാത്ത പോലെ. അടുത്തത് കഷ്ടപ്പെട്ട് പരതിയിട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് എടുത്തത്, അതായത് നമ്മുടെ സ്റ്റിക്ക് എൻ്റെത് തടിച്ചതായിരുന്നുണ്ടായിരുന്നു, മെല്ലതുണ്ടായിരുന്നില്ല. സോ ഞാൻ മെല്ലത് വാങ്ങി. പിന്നെ ആ സ്കെച്ചും കൂടി വാങ്ങിയിരുന്നു. പിന്നെ അടുത്തതാണ് ഒരു അടിപൊളി സാധനം, അതായത് നമ്മുടെ സ്റ്റിക്കി നോട്ട്. എനിക്ക് എന്താ നല്ല സ്റ്റിക്കി നോട്ടിൽ ഈ പാറ്റേണൊക്കെ വരുന്നത് നല്ല ഇഷ്ടമാണ്. അതുമാത്രമല്ല ആ ഫസ്റ്റ് അത് ബ്രൗൺ കാണുമ്പോൾ വിൻറ്റേജ് പോലെയുണ്ട്. പിന്നെ കുറച്ച് ക്രാബ്സ് വാങ്ങിയിരുന്നു. എൻ്റെ അടുത്തുള്ള ക്രാബ്സ് ഒക്കെ പൊട്ടിപ്പോയി. എങ്ങനെയെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെക്കുമ്പോൾ അറിയാതെ എൻ്റെ മേലെ കയറിയിരിക്കും, പൊട്ടിപ്പോവും. പിന്നെ ഒരു ക്യൂട്ട് നോട്ട്ബുക്കും വാങ്ങിയിരുന്നു. ഇനിയുള്ളതാണ് നമ്മുടെ മീഷോത്തെ സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മുടെ കവായ് സ്റ്റിക്കർ. ഇത് ഇല്ലാത്ത ക്രാഫ്റ്റുകാർ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രം അതില്ലാത്തത്, അതുകൊണ്ട് അത് കുറക്കണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ വാങ്ങി. പിന്നെ ഒരു വേറെ രസികം കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ എല്ലാവരും എന്നോട് അതുണ്ടാക്കി ഇതുണ്ടാക്കുന്ന പറയുമ്പോൾ ഈ അൺബോക്സ് ചെയ്യാൻ ലേറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഞാൻ എൻ്റെ മേശൻ്റെ അടിയിലായിരുന്നു വെച്ചത്. അപ്പോൾ ഇത് കുറേ കാലം നോക്കിന്ന് പിന്നെ ഞാൻ വിചാരിച്ചത് ഏതായാലും അൺബോക്സ് ചെയ്യാം. പിന്നെ അൺബോക്സ് ചെയ്യുന്നതിലാക്കിയിട്ട് വീഡിയോ ഇടാം. അടുത്തതാന്നിടാ ഒരു അടിപൊളി സാധനം, അതായത് ഈ കപ്പ് തന്നെ. ഇത് വരാനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതും ഏറ്റവും കൂടുതൽ ലേറ്റ് ആയതും. ഇത് ഞാൻ കുറേ പേരെടുത്ത് കണ്ടിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എല്ലാവരും വാങ്ങിയതില്ല, പിന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എൻ്റെ മനസ്സ് എങ്ങനെയും എന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇത് വലിയ സാധനം, നല്ല വെയിറ്റും ഉണ്ട്. എന്താണെന്നറിയില്ല, ഈ കപ്പിൻ്റെ അടിയിലൊക്കെ നാം ഫ്ലവർ പ്ലേറ്റ് കാണുമ്പോൾ എനിക്ക് കടിച്ച് തിന്നാൻ വിട്ടും. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ക്യൂട്ട് സാധനമൊക്കെ ഈ പെട്ടിയിലാക്കി മാറ്റാം. കാരണം ഇതൊക്കെ പൊടി പിടിച്ചാൽ അതിൻ്റെ ഭംഗി കാണില്ല. സോ ആദ്യം തന്നെ നമ്മളെ സ്കെച്ച് വെച്ചു, പിന്നെ ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചു, പിന്നെ നമ്മുടെ വാഷി ടേപ്പും, പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ തന്ന ആ ഗിഫ്റ്റും, പിന്നെ നമ്മുടെ മീഷോന്ന് വാങ്ങിയ കവായ് സ്റ്റിക്കർ, വാഷി ടേപ്പ്, എന്നിട്ട് ടിഷ്യൂ ടേപ്പ്. പിന്നെ ഈ ഹോട്ട്ലൂവിൻ്റെ സ്റ്റിക്ക് മുമ്പിൽ വെച്ചിട്ട് എന്തോരം ശരിയാവുന്നില്ല, അതുകൊണ്ട് അതിനെ പൊടിച്ച് ബാക്കിലേക്ക് ഇട്ട്, എന്നിട്ട് നമ്മളെ ഐസ്ക്രീം സ്റ്റിക്ക് അതെല്ലാം കൂടിയിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ മേശയുടെ അടിയിൽ വെച്ച്. ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റിക്കിനോട്ട് അൺബോക്സ് ചെയ്യും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസറിൻ്റെ മേല് വെക്കാൻ. ഇത്ര കാലം എൻ്റെ ഓർഗനൈസറിൻ്റെ മേല് സ്റ്റിക്കിനോട്ട് വെക്കുന്ന സ്ഥലത്തില്ലേ, അവിടെ ഒരു സാധാ മറ്റേ മഞ്ഞ കളറിലെ സ്റ്റിക്കിനോട്ടാണ് ഉണ്ടായത്. ഇപ്പം ഈ കളർഫുള്ളൊക്കെ ആവുമ്പോൾ നമ്മുടെ മേശയ്ക്കനൊരു രസം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അതായത് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിരുന്നു. ആ സബ്സ്ക്രൈബർ എനിക്ക് 1K ആയതിൻ്റെ കൺഗ്രാജുലേഷൻസും പിന്നെ ഒരു ഗിഫ്റ്റും ആയിട്ടാണ് വന്നത്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.
ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസറിൽ ബാക്കി സാധനം വെക്കാം. അതായത് നമ്മുടെ ക്യൂട്ട് പെൻ, ക്യൂട്ട് പെൻസിലും. അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള കുറേ ക്യൂട്ട് ഹൈലൈറ്റേഴ്സ് ഇല്ലേ, അതൊക്കെ. ഇനി എൻ്റെ അടുത്തുള്ള ഡയറിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കൊറിയയിൽ പറഞ്ഞിട്ടുണ്ടായ കാർഡ്, പിന്നെ ഒരു ചോക്ലേറ്റ് നോട്ട്ബുക്കും, പിന്നെ ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ക്യൂട്ട് നോട്ട്ബുക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ ഓർഗനൈസർ റെഡി. അടുത്തത് ബുക്ക് ഓർഗനൈസറിൽ നമ്മുടെ ബുക്കൊക്കെ എടുത്തു വെക്കാം. അടുത്തത് കടൽ ക്ലൗഡിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഹോം ഡെക്കോറും പിന്നെ കത്രികയും തൂക്കുന്ന സ്ഥലം റെഡി. പിന്നെ അടുത്തത് നമ്മുടെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഡെയിലി പ്ലാൻ എന്നൊക്കെ പറയുന്ന ആ ബുക്കില്ലേ, അത് അതിൻ്റെ ഓർഗനൈസറിൽ വെക്കാം. പിന്നെ എൻ്റെ ജീവനായ നെയിൽസ്. ഇങ്ങനെ എല്ലാ ലെവലാ സാധനയും പെഗ് ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഗ് ബോർഡ് ഓർഗനൈസായി. പെഗ് ബോർഡ് ഒന്ന് ഫുള്ള് സെറ്റായിക്കിന്നോന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓർഗനൈസറിൽ ഉണ്ടായ ഗ്ലൂ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഹൈലൈറ്റേഴ്സ് കൊണ്ടേക്കാം. ഇങ്ങനെയായിരുന്നു പണ്ടുണ്ടായത്. പിന്നെ ഞാനായിട്ട് ഇനിയും എടുത്ത് മാറ്റിയതാണ്. പിന്നെ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ അടിച്ചു വാരി ഒന്ന് കസാരമേൽ വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. അതായത് വലിയ കാര്യമായിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് കൂടി മേളിൽ നോക്കുമ്പോഴാണ് മേഘം ഇങ്ങനെ കൂടി നിൽക്കുന്നതാണെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇത് നല്ല രസമാണ്. അടുത്തത് എൻ്റെ ചെയർ ഒന്ന് സെറ്റ് ചെയ്യലാണ്. അതായത് ഒരു ഷാളും വിരിച്ച് പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഒരു പില്ലും ഉണ്ട്, ആ പില്ലും കൂടി വെച്ച്. ഈ പില്ലുകൊണ്ട് ഷോട്ട് ഞാൻ പണ്ട് ഒരിക്കലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടേബിളിൻ്റെ അടിയിൽ മാറ്റും വിരിച്ച് ചെയർ ഒതുക്കി വെച്ചിട്ട് കർട്ടനും കൂടി താത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം റെഡി. അപ്പോൾ മനസ്സിലായോ ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. ഇവിടുന്നാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കൽ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ വീടിൻ്റെ ഹാളാണ്. ഞാൻ ഹാളിൽ വെക്കാൻ കാരണം വേറൊന്നും കൊണ്ടില്ല, ഇവിടെയാണ് കൂടുതൽ വെളിച്ചം. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പറ്റുമെങ്കിൽ ഷെയറും കൂടി ചെയ്തോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.